നാട്ടുകാരുടെ മുന്നിൽ ഭയങ്കര സംഭവം, ഭയങ്കര ദീനി പ്രവർത്തനം, സാന്ത്വന പ്രവർത്തനം, സംഘാടനം, പള്ളി നിർമ്മാണം, ഓക്കെ, അതെല്ലാം നല്ല തന്നെ, പ്രശ്നമില്ല. ബട്ട് കുടുംബത്തിൽ പെങ്ങന്മാരുടെ ഇടയിൽ ജ്യേഷ്ഠനഞ്ചന്മാർക്കിടയിൽ നമുക്ക് ബ്ലാക്ക് മാർക്ക് വീണാൽ തീർന്നു. ആദ്യം സൽപ്പേര് അവിടെ നിന്ന് വാങ്ങണം. അതുകൊണ്ടാണ് കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടായിരിക്കെ അവരെ സഹായിക്കാതെ കൊണ്ടുവരുന്ന സ്വതക്കയും ഹദിയയും ഗിഫ്റ്റും സ്വാലിഹീങ്ങൾ സൂഫിയാക്കൾ സ്വീകരിക്കാറില്ല. നീ ഏതാ കുടുംബം? എൻ്റെ ആ പാവപ്പെട്ട ആ മൂത്തന്മാരെ മോളെ കല്യാണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധിച്ചില്ല. നീ എൻ്റെ പോലും ഭയങ്കര തക്കാഫുലായിട്ടെടുക്കും. ഇപ്പോൾ സ്വാലിഹീങ്ങൾ തിരിച്ചയക്കാറുണ്ടെന്ന് ഇമാം ഷാറാനി റഹിമഹുല്ലയുടെ ഹാദിൽ ഹാഇരീൻ ഇല റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിലുണ്ട്. അത് വേണം. കുടുംബം എന്ന് പറഞ്ഞ ജീവനായിരിക്കും. ഇളയമ്മ മൂത്തമ്മമാർ ഇസ്ലാമിൽ ഉമ്മാൻ്റെ സ്ഥാനത്ത്, മൂത്താപ്പ ഇളയപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, അവർ ഉപ്പാൻ്റെ സ്ഥാനത്ത്. ഉമ്മ എന്തിനാ മൂത്താപ്പ നമ്മളെ പെങ്ങളെ ഫൗസിയാൻ്റെ കല്യാണ വിഷയത്തിലെല്ലാം ഇങ്ങനെ ഇൻവോൾവ് ഇടപെടുന്നു? അയാൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറ്റും ചെയ്യും? ഇല്ലല്ലോ. ഭയങ്കര അഭിപ്രായമാണല്ലോ, ഭയങ്കര തള്ളാണല്ലോ. ആ സാധനമൊക്കെ മുളയിൽ തന്നെ നുള്ളിക്കളയണം ഉമ്മമാര്. ഗസാലി ഇമാം റഹിമഹുല്ല ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, മക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ ജ്യേഷ്ഠനനുജന്മാരോടൊക്കെയുള്ള ബന്ധം എന്താ ഇസ്ലാമില്? ജ്യേഷ്ഠനനുജന്മാരുടെ ബന്ധം എന്താ ഇസ്ലാമില്? എന്താ ബന്ധം? ജ്യേഷ്ഠനെ ഉപ്പാന്റെ സ്ഥാനത്ത് കാണണമെന്ന് പഠിപ്പിച്ച മത നമ്മുടെ ഇസ്ലാം. അനുജനെ സ്വന്തം മോനെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ ഇസ്ലാം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഈ കൊലപാതകങ്ങളും ഈ വൃത്തികേടുകളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.